അടുത്ത കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്കലി കണക്റ്റഡ്. ഒരു സ്പേസ് ലോക്കലി കണക്റ്റഡ് എന്ന് പറയുമ്പോൾ കണക്റ്റഡ്നെസ് നമുക്കറിയാം. ലോക്കലി കണക്റ്റഡ്നെസ് ഒരു ഗ്ലോബൽ പ്രോപ്പർട്ടിയാണ്, എന്നാൽ ലോക്കലി കണക്റ്റഡ്നെസ് ഒരു ലോക്കൽ പ്രോപ്പർട്ടിയാണ്. അതായത് ഒരു പോയിന്റിലാണ് കണക്റ്റഡ്നെസ് പറയുക. അപ്പോൾ ഒരു സ്പേസ് ഒരു പോയിന്റ് എക്സിൽ ലോക്കലി കണക്റ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് നെയ്ബർഹുഡ് എൻ എടുത്തിട്ടുണ്ടെങ്കിലും ആ എന്നിൻ്റെ അകത്ത് ഒരു കണക്റ്റഡ് ആയിട്ടുള്ള നെയ്ബർഹുഡ് ഉണ്ടാവണം. എളുപ്പമാണ്, ഇത്രയേ ഉള്ളൂ. ഒരു പോയിന്റ് എക്സിൽ ലോക്കലി കണക്റ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ ആ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് നെയ്ബർഹുഡ് എടുത്തിട്ടുണ്ടെങ്കിലും ആ നെയ്ബർഹുഡിൻ്റെ അകത്ത് ഒരു കണക്റ്റഡ് നെയ്ബർഹുഡ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു സ്പേസിലെ എല്ലാ പോയിൻറ്റ്സിലും ലോക്കലി കണക്റ്റഡ് ആണെങ്കിൽ നമ്മൾ പറയും ആ സ്പേസ് ലോക്കലി കണക്റ്റഡ് ആണെന്ന്. ലോക്കലി കണക്റ്റഡ്നെസ്സിന് മറ്റൊരു ഡെഫിനിഷൻ ഇങ്ങനെയാണ്. എക്സ് ലോക്കൽ, ഇതിപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഏത് നെയ്ബർഹുഡ് എടുത്താലും അതിൻ്റെ ഉള്ളിൽ കണക്റ്റഡ് നെയ്ബർഹുഡ് ഉണ്ടാകുക. നമ്മൾ മുമ്പ് ലോക്കൽ ബേസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ലോക്കൽ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, ഒരു എന്താ പറയുക, ഒരു നെയ്ബർഹുഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ ഫാമിലിയിലുള്ള ഒരു സ്ക്രിപ്റ്റലിൽ നമ്മൾ പറഞ്ഞിരുന്നു, ആ സ്ക്രിപ്റ്റലിലുള്ള ഒരു എല്ല് അതിൻ്റെ ഉള്ളിൽ കണ്ടെയ്ൻഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ആ കളക്ഷൻ, ആ ഫാമിലി ഒരു ലോക്കൽ ബേസ് ആണ് എന്ന് പറയും. ഒന്നുകൂടി പറയാം, ലോക്കൽ ബേസ് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ, ഒരു ഫാമിലി ഓഫ് സെറ്റ്സ് ലോക്കൽ ബേസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് നെയ്ബർഹുഡ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് ഇതിലത്തെ ഒരു മെമ്പർ, ഈ ഫാമിലിയിലുള്ള ഒരു മെമ്പർ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഡെഫിനിഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഏത് നെയ്ബർഹുഡ് എടുത്തിട്ടുണ്ടെങ്കിലും ആ നെയ്ബർഹുഡിൻ്റെ അകത്ത് ഒരു കണക്റ്റഡ് നെയ്ബർഹുഡ് ഉണ്ടാകണം എന്നാണ്. അപ്പോൾ ഈ കണക്റ്റഡ് നെയ്ബർഹുഡുകളുടെ ഒരു കളക്ഷൻ എടുക്കുക, ഫാമിലി ഓഫ് ഓൾ കണക്റ്റഡ് നെയ്ബർഹുഡ്സ് ഓഫ് എക്സ് എടുക്കുക. എക്സ് എടുത്താൽ ലോക്കൽ ബേസ് അറ്റ് എക്സ് ആണെങ്കിൽ ആ ഫാമിലി ലോക്കൽ ബേസ് അറ്റ് എക്സ് ആണെങ്കിൽ നമ്മൾ പറയും എക്സ് ഈസ് ലോക്കലി കണക്റ്റഡ് അറ്റ് എക്സ്. അപ്പോൾ ലോക്കലി കണക്റ്റഡ്നെസ് രണ്ട് തരത്തിൽ പറയാം. ഒന്ന് പറയുന്നത് എക്സിൻ്റെ ഏത് നെയ്ബർഹുഡിൻ്റെ അകത്തും ഒരു കണക്റ്റഡ് നെയ്ബർഹുഡ് ഉണ്ടെങ്കിൽ ലോക്കലി കണക്റ്റഡ് അറ്റ് എക്സ് പറയും. അല്ലെങ്കിൽ ഫാമിലി ഓഫ് കണക്റ്റഡ് നെയ്ബർഹുഡ്സ് ഓഫ് എക്സ്, എക്സിൻ്റെ എല്ലാ കണക്റ്റഡ് നെയ്ബർഹുഡ്സുകളുടെയും കളക്ഷൻ എടുത്താൽ അത് എക്സിൻ്റെ ലോക്കൽ ബേസ് അറ്റ് എക്സ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എക്സ് ഈസ് ലോക്കലി കണക്റ്റഡ് അറ്റ് എക്സ്. അതുപോലെ എക്സ് ലോക്കലി കണക്റ്റഡ് ആണെങ്കിൽ ഇങ്ങനെയുള്ള എക്സിൻ്റെ കണക്റ്റഡ് നെയ്ബർഹുഡ്സുകളുടെ ഫാമിലി ലോക്കൽ ബേസ് ആയിരിക്കും. ഇനി മറ്റൊരു നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് അടുത്ത പ്രൊപ്പോസിഷനിൽ പറയുന്നത്. അവിടെ പറയുന്നത് ഒരു സ്പേസ് ഒരു പോയിന്റിൽ ലോക്കലി കണക്റ്റഡ് ആവണം എന്നുണ്ടെങ്കിൽ ഏത് നെയ്ബർഹുഡ്, എക്സിൻ്റെ ഏത് നെയ്ബർഹുഡ് എടുത്താലും എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എന്നിൻ്റെ കമ്പോണൻ്റ് അത് ഒരു നെയ്ബർഹുഡ് ആയിരിക്കണം, എക്സിൻ്റെ ഒരു നെയ്ബർഹുഡ് ആയിരിക്കണം. അതായത് ഒരു സ്പേസ് എക്സ് ലോക്കലി കണക്റ്റഡ് അറ്റ് എക്സ് ആണെങ്കിൽ എക്സിൻ്റെ ഏത് നെയ്ബർഹുഡ് എൻ എടുത്തിട്ടുണ്ടെങ്കിലും ആ നെയ്ബർഹുഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് കണക്റ്റഡ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഡിസ്കണക്റ്റഡ് ആകാം, മീൻസ് രണ്ട് കഷ്ണങ്ങളാവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ ഒരു എന്താ പറയുക, എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന കണക്റ്റഡ് ആയിട്ടുള്ള ഭാഗം, അതാണ് കമ്പോണൻ്റ് ഓഫ് എൻ കണ്ടെയ്നിങ് എക്സ്. അത് ദാറ്റ് ഈസ് അതൊരു നെയ്ബർഹുഡ് ഓഫ് എക്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ലോക്കലി കണക്റ്റഡ് അറ്റ് എക്സ് ആണെങ്കിൽ ഇങ്ങനെ എടുക്കുന്ന കമ്പോണൻറ്റ് നെയ്ബർഹുഡ് ആയിരിക്കണം. അതായത് ഒരു നെയ്ബർഹുഡിൻ്റെ അകത്ത് നമ്മൾ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന കമ്പോണൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കമ്പോണൻറ്റ് ഒരു എക്സിൻ്റെ ഒരു നെയ്ബർഹുഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏത് നെയ്ബർഹുഡ് എൻ എടുത്താലും അതിൻ്റെ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന കമ്പോണൻറ്റ് നെയ്ബർഹുഡ് ആണെങ്കിൽ ആ സ്പേസ് ലോക്കലി കണക്റ്റഡ് അറ്റ് എക്സ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നോക്കാം. പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാർട്ട് അസ്യൂം ചെയ്യുന്നു. ഞാൻ അസ്യൂം ചെയ്യുന്നത് എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ ലോക്കലി കണക്റ്റഡ് ആണ്.
ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഏത് നെയ്ബർഹുഡ് എടുത്താലും. അപ്പോൾ ഏത് നെയ്ബർഹുഡ് എടുത്താലും എന്ന് പറയുമ്പോൾ നമ്മളൊരു നെയ്ബർഹുഡ് എടുക്കണം. അപ്പോൾ ഞാനൊരു നെയ്ബർഹുഡ് N എടുത്തു, N ബി എ നെയ്ബർഹുഡ് ഓഫ് എക്സ്. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എൻ്റെ കമ്പോണൻറ്റ് നെയ്ബർഹുഡാണ്. അപ്പോൾ എന്ത് വേണം? എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എന്നിൻ്റെ കമ്പോണൻറ്റ് നമ്മൾ എടുക്കണം. അപ്പോൾ ആ കമ്പോണൻറ്റ് സി ആണെന്ന് എടുത്തു. ലെറ്റ് സി ബി ദി കമ്പോണൻറ്റ് ഓഫ് എൻ കണ്ടെയ്നിങ് എക്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ സി എന്നിൻ്റെ കമ്പോണൻ്റാണ്. എൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹോൾ സ്പേസ് എക്സ് വേറെ ഉണ്ട്, അതിൻ്റെ അകത്താണ് എൻ ഉള്ളത്. ആ എന്നിൻ്റെ ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് എക്സിൻ്റെ കമ്പോണൻ്റ് ആവണം നിർബന്ധമില്ല. അത് മനസ്സിലാക്കണം. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ കമ്പോണൻറ്റ് ഒരു നെയ്ബർഹുഡാണെന്നാണ്. അതായത് ഈ സി എന്ന് പറയുന്നത് ഒരു നെയ്ബർഹുഡാണ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പം നമുക്കറിയാം, ഒരു നെയ്ബർഹുഡാണെന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു ഒരു കണക്റ്റഡ് നെയ്ബർഹുഡ് കാണിച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്കലി കണക്റ്റഡ് അറ്റ് എക്സ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോക്കലി കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് എന്തറിയാം? ഏത് നെയ്ബർഹുഡ് എടുത്താലും അതിൻ്റെ അകത്ത് ഒരു കണക്റ്റഡ് നെയ്ബർഹുഡ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പറയാം ദർ എക്സിസ്റ്റ് കണക്റ്റഡ് നെയ്ബർഹുഡ് എം ഓഫ് എക്സ് സച്ച് ദാറ്റ് എം സബ്സെറ്റ് ഓഫ് എൻ. എന്നിൻ്റെ അകത്ത് ഒരു കണക്റ്റഡ് നെയ്ബർഹുഡ് ഉണ്ടാകും. കണക്റ്റഡ് നെയ്ബർഹുഡിനൊരു പ്രത്യേകതയുണ്ട്. കണക്റ്റഡ് ആണെങ്കിൽ അത് ഒരു യുണീക്ക് കമ്പോണൻറ്റിലായിരിക്കും കിടക്കുന്നുണ്ടാകുക. അതുകൊണ്ട് നമുക്ക് പറയാം എം ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ യുണീക്ക് കമ്പോണൻറ്റ് ഓഫ് എൻ. ഇനി എമ്മും സിയും തമ്മിലുള്ള റിലേഷൻ ഒന്ന് നോക്കി നോക്ക്. എം എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന യുണീക്ക് കമ്പോണൻ്റാണ്. സി എന്ന് പറഞ്ഞാൽ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന കമ്പോണൻ്റാണ്, എന്നിൻ്റെ കമ്പോണൻ്റാണ്. ഈ എമ്മിനും സിക്കും എക്സ് എന്തായാലും കോമൺ ആയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എം സിനെ ഇൻ്റർസെക്റ്റ് ചെയ്യും. അപ്പോൾ എം എന്ന് പറയുന്നത് എന്നിൻ്റെ യുണീക്ക് കമ്പോണൻ്റാണ്. സി എന്ന് പറയുന്നത് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കമ്പോണൻ്റാണ്. അപ്പോൾ ആ സി കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ മാക്സിമലി കണക്റ്റഡ് ആണ്. അതായത് അതിൻ്റെ അകത്ത് അതിനേക്കാളും വലുതായിട്ട് വേറൊരു കണക്റ്റഡ് സെറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ സി എന്ന് പറയുന്നത് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന കമ്പോണൻ്റാണ്. എം എന്ന് പറയുന്നത് എന്നിൻ്റെ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന യുണീക്ക് കമ്പോണൻ്റാണ്. ഇനി എമ്മും സിയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കമ്പോണൻസ് എപ്പോഴും എങ്ങനെയായിരിക്കും? കമ്പോണൻസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ എം സി തന്നെയായിരിക്കും. കാരണം എം എന്ന് പറയുന്നത് യുണീക്ക് കമ്പോണൻ്റാണ്. ആ യുണീക്ക് കമ്പോണൻറ്റിൽ എക്സ് ഉണ്ട്, സിയിലാണെങ്കിൽ എക്സ് ഉണ്ട്. അപ്പോൾ ആ യുണീക്ക് കമ്പോണൻറ്റ് സി തന്നെ ആയിരിക്കണ്ടേ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എം സി തന്നെ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. എം ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ യുണീക്ക് കമ്പോണൻറ്റ്. ആ യുണീക്ക് കമ്പോണൻറ്റ് എം ഒരു യുണീക്ക് കമ്പോണൻ്റ് അകത്ത് കണ്ടെയ്ൻഡാണ്. എം ആണെങ്കിൽ സിയുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. സി ആണെങ്കിൽ ഒരു കമ്പോണൻ്റാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? എം സീൻ്റെ അകത്ത് കിടക്കും. എം ഒരു യുണീക്ക് കമ്പോണൻറ്റിൽ കിടക്കുന്നു. ആ യുണീക്ക് കമ്പോണൻറ്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് സി തന്നെയായിരിക്കും അത്. അതുകൊണ്ട് എം സബ്സെറ്റ് ഓഫ് സി ആയിരിക്കും. എം സബ്സെറ്റ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്താ? എം എന്താ? ഒരു കണക്റ്റഡ് നെയ്ബർഹുഡാണ്. അപ്പോൾ സീൻ്റെ അകത്ത് ഒരു കണക്റ്റഡ് നെയ്ബർഹുഡ് കിട്ടി. അപ്പം നമുക്ക് എന്ത് പറയാം? അതുകൊണ്ട് സി എന്താണ്? സിയും ഒരു നെയ്ബർഹുഡാണ്. അപ്പോൾ സി ഈസ് എ നെയ്ബർഹുഡ് ഓഫ് എക്സ് എന്ന് കിട്ടി. സി ഈസ് എ നെയ്ബർഹുഡ് ഓഫ് എക്സ് എന്നായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി കോൺവേഴ്സ്ലി നമ്മൾ ഈ പാർട്ട് അസ്യൂം ചെയ്യും. ഫോർ എവ്രി നെയ്ബർഹുഡ്, ഏത് എക്സിൻ്റെ നെയ്ബർഹുഡ് എൻ എടുത്താലും എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എന്നിൻ്റെ കമ്പോണൻറ്റ് ഒരു നെയ്ബർഹുഡാണ്. എന്നിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് ഈസ് ലോക്കലി കണക്റ്റഡ് അറ്റ് എക്സ് എന്നാണ്. എക്സ് ലോക്കലി കണക്റ്റഡ് അറ്റ് എക്സ് എന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എക്സിൻ്റെ ഒരു നെയ്ബർഹുഡ് എടുക്കും. എന്നിട്ട് ആ നെയ്ബർഹുഡിൻ്റെ അകത്ത് കണക്റ്റഡ് നെയ്ബർഹുഡ് ഉണ്ട് എന്ന് നമ്മൾ കാണിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എക്സിൻ്റെ ഒരു നെയ്ബർഹുഡ് എൻ എടുക്കുന്നു. ഇനി എക്സിൻ്റെ ഒരു നെയ്ബർഹുഡ് എൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എന്നിൻ്റെ കമ്പോണൻ്റ് ഉണ്ടാവും.
ആ കമ്പോണൻറ്റിനെ ഞാൻ സി എന്ന് വിളിക്കുന്നു. അത് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അസംഷൻ അങ്ങനെയാണ്. അപ്പോൾ ആ അസംഷൻ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കമ്പോണൻ്റ് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്നിൻ്റെ ഒരു കമ്പോണൻ്റ്, എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എന്നിൻ്റെ കമ്പോണൻ്റ് സി ഞാൻ എടുത്തു. അപ്പോൾ സി കമ്പോണൻ്റാണ്. എല്ലാ കമ്പോണൻസും മാക്സിമലി കണക്റ്റഡ് സബ്സെറ്റാണ്. അപ്പോൾ സി എന്താണ്? സി കണക്റ്റഡ് ആണ്. ഇനി ഈ സി എന്ന് പറയുന്നത് എന്നിൻ്റെ കമ്പോണൻ്റാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നിൻ്റെ കമ്പോണൻ്റ് ഒക്കെ നെയ്ബർഹുഡ് ആയിരിക്കും. അപ്പോൾ സി എന്ന് പറയുന്നത് നെയ്ബർഹുഡ് ആയിരിക്കും. അപ്പോൾ സി നെയ്ബർഹുഡുമാണ്, കമ്പോണൻ്റ് ആയതുകൊണ്ട് അത് കണക്റ്റഡുമാണ്. അപ്പോൾ സി എന്തായി? സി കണക്റ്റഡുമാണ്, നെയ്ബർഹുഡുമാണ്. അപ്പോൾ സി എന്ന് പറഞ്ഞത് കണക്റ്റഡ് നെയ്ബർഹുഡ് ഓഫ് എക്സ്. അത് എങ്ങനെയാണ്? സി ബി ദി കമ്പോണൻ്റ് ഓഫ് എൻ കണ്ടെയ്നിങ് എക്സ്. എന്നിൻ്റെ കമ്പോണൻ്റ് ആണെന്ന് പറയുമ്പോൾ എൻ്റെ അകത്തല്ലേ കിടക്കുക, എന്നിൻ്റെ കമ്പോണൻ്റാണ്. എന്നെ കണക്റ്റഡ് അല്ല. അപ്പോൾ എന്നിന് കുറേ ഭാഗങ്ങളുണ്ടാകും. ആ ഭാഗത്തിലൊരു ഭാഗമാണ് ഈ സി എന്ന് പറയുന്നത്. അപ്പം സി സബ്സെറ്റ് ഓഫ് എൻ ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് കിട്ടി? നമ്മളൊരു നെയ്ബർഹുഡ് എൻ എടുത്തപ്പോൾ ആ എന്നിൻ്റെ അകത്ത് ഒരു സി കിട്ടി. ഈ സി എന്ന് പറയുന്നത് കണക്റ്റഡ് നെയ്ബർഹുഡാണ്. അപ്പോൾ ഏത് നെയ്ബർഹുഡിൻ്റെ അകത്തും കണക്റ്റഡ് നെയ്ബർഹുഡ് കിട്ടുകയാണെങ്കിൽ ആ ഇത് എക്സിൽ ലോക്കലി കണക്റ്റഡ് ആയിരിക്കും. ഇങ്ങനെ ഏത് എക്സിനും ശരിയായതുകൊണ്ട് സ്പേസ് എക്സിസ് അല്ല, സ്പേസ് ലോക്കലി കണക്റ്റഡ് ആണെന്ന് പറയുന്നില്ല, ഒരു പോയിന്റിലാണ്. അപ്പം ഒരു പോയിന്റിൽ ലോക്കലി കണക്റ്റഡ് ആണെന്ന് നമുക്ക് കിട്ടി. ഇപ്പം നമ്മൾ ലോക്കലി കണക്റ്റഡ് ആവാനുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യം തന്നെ കുറച്ച് ട്രിവിയൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഇൻഡിസ്ക്രീറ്റ് സ്പേസ് എടുക്കുക. ഇൻഡിസ്ക്രീറ്റ് സ്പേസ് എടുത്താൽ അവിടെ ഫൈയും എക്സും ആയിരിക്കും ഓപ്പൺ സെറ്റ്സ്. ഇത് ലോക്കലി കണക്റ്റഡ് ആണോ നോക്കണം എന്നുണ്ടെങ്കിൽ ഏത് പോയിൻ്റ് എക്സ് എടുത്താലും എന്നല്ല, അതിലത്തെ ഒരു പോയിൻ്റ് എക്സ് ബിലോങ്സ് ടു എക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ എക്സിന് കണ്ടെയ്ൻ ചെയ്യുന്ന എക്സിൻ്റെ ഏത് നെയ്ബർഹുഡ് എടുത്താലും അതിൻ്റെ ഉള്ളിലൊരു കണക്റ്റഡ് നെയ്ബർഹുഡ് ഉണ്ടാവണം. അപ്പോൾ ഇവിടെ ഇൻഡിസ്ക്രീറ്റ് സ്പേസിൽ കണക്റ്റഡ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിസ്ക്രീറ്റ് സ്പേസ് കണക്റ്റഡ് ആണ്. ഇൻഡിസ്ക്രീറ്റ് സ്പേസ് കണക്റ്റഡ് ആയതുകൊണ്ട് എക്സ് ഇറ്റ്സെൽഫ് ഈസ് കണക്റ്റഡ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഏത് നെയ്ബർഹുഡ് എടുത്താലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കണ്ടെയ്ൻഡ് ആയിട്ട് ഒരു കണക്റ്റഡ് നെയ്ബർഹുഡ് കിട്ടുമെന്ന് പറയാൻ പറ്റും. ഇനി ഇതുപോലെ ഡിസ്ക്രീറ്റ് സ്പേസ് നമുക്കറിയാം ടോട്ടലി ഡിസ്കണക്റ്റഡ് ആണ്. ഇനി അത് ലോക്കലി കണക്റ്റഡ് ആണോ നോക്കുക. ലോക്കലി കണക്റ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ ഏത് പോയിൻ്റ് എക്സ് എടുത്തിട്ടുണ്ടെങ്കിലും ഏത് പോയിൻ്റ് എക്സ് എടുത്തിട്ടുണ്ടെങ്കിലും എന്നല്ല, ഒരു എക്സിൽ ലോക്കലി കണക്റ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ ഏത് നെയ്ബർഹുഡ് എടുത്താലും അതിൻ്റെ ഉള്ളിൽ കണക്റ്റഡ് നെയ്ബർഹുഡ് വേണം. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ എക്സിൻ്റെ ഏത് സബ്സെറ്റ് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് സബ്സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് പറയാം? സിംഗിൾട്ടൺ സെറ്റ് എക്സ് അവിടെ എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ഡിസ്ക്രീറ്റ് സ്പേസിലെ സിംഗിൾട്ടൺ സെറ്റ്സ് കണക്റ്റഡ് ആണ്. അപ്പോൾ സിംഗിൾട്ടൺ സെറ്റ് എക്സ് കണക്റ്റഡ് ആണെന്ന് കിട്ടും. സിംഗിൾട്ടൺ സെറ്റ് എക്സ് കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഏത് നെയ്ബർഹുഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ആയിരിക്കില്ല ഈ സിംഗിൾട്ടൺ സെറ്റ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ അകത്തൊരു കണക്റ്റഡ് നെയ്ബർഹുഡ് കിട്ടി. അതുകൊണ്ട് എല്ലാ ഡിസ്ക്രീറ്റ് സ്പേസസും ലോക്കലി കണക്റ്റഡ് ആണ്. ഇതുപോലെ ആർ വിത്ത് യൂഷ്വൽ ടോപ്പോളജിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട്, എല്ലാ ഇൻ്റർവെൽസും കണക്റ്റഡ് ആണ്. എല്ലാ ഇൻ്റർവെൽസും കണക്റ്റഡ് ആണെങ്കിൽ നമ്മളൊരു പോയിൻ്റ് എക്സ് ബിലോങ്സ് ടു ആർ എടുത്താൽ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് നെയ്ബർഹുഡ് എടുത്തിട്ടുണ്ടെങ്കിലും നമുക്കൊരു ഇൻ്റർവെല് അതിൻ്റെ അകത്ത് കണ്ടെയ്ൻഡ് ആയിട്ടുണ്ട് എന്ന് കാണിക്കാൻ പറ്റും. കാരണം ആറ് ഡെൻസാണ്, നമുക്ക് എന്തായാലും അങ്ങനെ ഒരു ഇൻ്റർവെല് ചെറുതായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ആർ വിത്ത് യൂഷ്വൽ ടോപ്പോളജി ലോക്കലി കണക്റ്റഡ് ആണ്. ഇനി
അടുത്ത എക്സാമ്പിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത എക്സാമ്പിൾ പറയുന്നതിന് മുന്നേ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ലോക്കലി കണക്റ്റഡ് സ്പേസ് എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് ലോക്കലി കണക്റ്റഡ് ആയിട്ടുള്ള സ്പേസ് ആണെങ്കിൽ ഇതിൻ്റെ ടോപ്പോളജിക്കൽ പ്രോഡക്റ്റ് x1 ക്രോസ് x2 ക്രോസ് എക്സെട്ര ക്രോസ് xn ഇത് ലോക്കലി കണക്റ്റഡ് ആയിരിക്കും. അതായത് ഈച്ച് വൺ ലോക്കലി കണക്റ്റഡ് ആണെങ്കിൽ അതിൻ്റെ ടോപ്പോളജിക്കൽ പ്രോഡക്റ്റും എന്തായിരിക്കും, ലോക്കലി കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ആർ വിത്ത് യൂഷ്വൽ ടോപ്പോളജി ലോക്കലി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് യൂക്ലീഡിയൻ സ്പേസ് ആർ എൻ നമുക്ക് ഇങ്ങനെ എഴുതാം, ആർ ക്രോസ് എക്സെട്ര ക്രോസ് ആർ എൻ. ഇതിൽ ഓരോ ആർ വിത്ത് യൂഷ്വൽ ടോപ്പോളജിയും ലോക്കലി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ടോപ്പോളജിക്കൽ പ്രോഡക്റ്റ് ആയിട്ടുള്ള ആർ എൻ ലോക്കലി കണക്റ്റഡ് ആയിരിക്കും. പിന്നെ ഇനി ലോക്കലി കണക്റ്റഡ് അല്ലാത്തതിന് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ടത് എന്താ വെച്ചാൽ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ലോക്കലി കണക്റ്റഡ് അല്ല. അണ്ടർ മറ്റേ ആർ വിത്ത് യൂഷ്വൽ ടോപ്പോളജീൻ്റെ സബ്സ്പേസ് ആയിട്ട് നമ്മൾ ക്യൂവിനെ കണ്ടാൽ ക്യൂവിലേക്കുള്ള റിലേറ്റീവ് ടോപ്പോളജി എടുത്തിട്ടുണ്ടെങ്കിൽ ക്യൂ ഈസ് നോട്ട് ലോക്കലി കണക്റ്റഡ്. അതുപോലെ തന്നെയാണ് ഇറാഷണൽ വിത്ത് യൂഷ്വൽ റിലേറ്റീവ് ടോപ്പോളജി എടുത്താൽ, അതായത് ആർ വിത്ത് യൂഷ്വൽ ടോപ്പോളജീൻ്റെ നമ്മളെങ്ങനെ എടുക്കുക, അതിലത്തെ ആർ വിത്ത് യൂഷ്വൽ ടോപ്പോളജിയിൽ ഓപ്പൺ ഇൻ്റർവെൽസൊക്കെയാണ് നെയ്ബർഹുഡ്സ് ആയിട്ട് എടുക്കുക. ഓക്കെ, അങ്ങനെയൊന്നും പറയണ്ട, നിങ്ങളിങ്ങനെ പറഞ്ഞാൽ മതി. സ്പേസ് ഓഫ് റാഷണൽസും ഇറാഷണൽസും യൂഷ്വൽ റിലേറ്റീവ് ടോപ്പോളജിയിൽ ലോക്കലി കണക്റ്റഡ് അല്ല. അപ്പോൾ ഇവിടുത്തെ കുറേ എക്സാമ്പിൾ പരിശോധിച്ചാൽ കാണുന്നൊരു കാര്യം എന്താ വെച്ചാൽ ക്യൂ വിത്ത് റാഷണൽസ് വിത്ത് യൂഷ്വൽ റിലേറ്റീവ് ടോപ്പോളജിയിൽ അത് ലോക്കലി കണക്റ്റഡും അല്ല കണക്റ്റഡും അല്ല. പക്ഷേ ഡിസ്ക്രീറ്റ് സ്പേസ് എടുത്താൽ അത് കണക്റ്റഡ് അല്ല, പക്ഷേ ലോക്കലി കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ലോക്കലി കണക്റ്റഡും കണക്റ്റഡ്നെസ്സും തമ്മിൽ വലിയ കണക്ഷനൊന്നും ഇല്ല എന്ന് അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ.